വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. പാർപ്പിട മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ഫൗസിയ സീതലവിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പാർപ്പിട മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ഫൗസിയ സീതലവി അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണ പദ്ധതികൾക്കായി 6 കോടി രൂപയാണ് ബ്ലോക്ക് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും മുന്തിയ പരിഗണനയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്നത്. ആശുപത്രിയിലെ മരുന്ന് വിതരണത്തിന് 40 ലക്ഷം രൂപയും പശ്ചാത്തല വികസനത്തിന് 50 ലക്ഷം രൂപയും ഫർണിച്ചർ വാങ്ങൽ, കമ്പ്യൂട്ടർ ഉൽപ്പന്നമുള്ള പദ്ധതികൾക്കായി 47 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. എക്സ്റേ യൂണിറ്റുകളുടെ പ്രവർത്തനം സജ്ജമാക്കുവാനും കോമ്പൗണ്ടിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുവാനും 48 ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ വിഭാവനം ചെയ്ത ബജറ്റും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട വാർഷിക പദ്ധതിയും ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കുന്നതിന് നിലവിലെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഏറെ അഭിമാനത്തോടെ സ്മരിക്കുന്നു. വിവിധ ജനകീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും ഭരണസമിതിയുടെ കാഴ്ചപ്പാടുകളും സമന്വയിപ്പിച്ചുകൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഉതകുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സമസ്ത മേഖലയെയും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, യുവജനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരുടെ ക്ഷേമത്തിനുള്ള പദ്ധതികളും സാമൂഹ്യ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും വികസനവും ഉൽപാദനക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി വിഭാഗം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ 56 ലക്ഷം രൂപയും പശ്ചാത്തല സൗകര്യം ഒരുക്കുവാൻ മാത്രമായി 1.15 കോടി രൂപയും വകയിരുത്തി. മരുന്ന് വിതരണത്തിന് 40 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആശുപത്രിയിലെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് 50 ലക്ഷം രൂപ, ഫർണിച്ചർ വാങ്ങുന്നതിന്, കമ്പ്യൂട്ടർ വൽക്കരണം എന്നിവയ്ക്കായി 47 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആശുപത്രിയിലെ ആരംഭിക്കുന്ന എക്സ്റേ യൂണിറ്റ് ഉടൻ പ്രവർത്തന സജ്ജമാക്കും. ആശുപത്രിയിൽ കോമ്പൗണ്ടിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ 48 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. പട്ടികജാതി വികസനം. പട്ടികജാതി വിഭാഗത്തിന്റെ ജീവിത സാഹചര്യം അഭിവൃദ്ധിപ്പെടുത്താൻ ഉതകുന്ന പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടികജാതി വിഭാഗം കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ഉന്നമനത്തിനായി 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 40 ലക്ഷം രൂപയും കാർഷിക ഭൂമിയുടെയും വിളകളുടെയും സംരക്ഷണത്തിന് 20 ലക്ഷം രൂപയും വകയിരുത്തി. 36,27,40,832 രൂപ വരവും 35,60,68,500 രൂപ ചെലവും 66,72,332 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് അധ്യക്ഷനായിരുന്നു. മറ്റു ജനപ്രതിനിധികൾ, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.